ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നീലൂട്ടൻ ശബരിമലയ്ക്ക് പോകുന്നതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട്, ഇതിപ്പോൾ രാത്രിയാണേ, ഫുഡ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയതാട്ടോ. വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലോട്ട് കയറിയതാണ്. അപ്പോൾ മസാല ദോശ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. മസാല ദോശ വാങ്ങിച്ച് കഴിച്ചിട്ട് പിന്നെ ചേട്ടായി പൂരിയാണ് വാങ്ങിക്കുന്നത് കേട്ടോ, പൂരി മസാല. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഞങ്ങൾ കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലോട്ട് കയറി. രാത്രിയിലപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഒന്നും എടുക്കേണ്ട, നേരം നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട്, പാക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാളെ രാവിലെ ചേട്ടായിയുടെ അമ്മയുടെ അടുത്തോട്ട് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ അവിടെയാണ് സാമിക്കഞ്ഞിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ നാളെ രാവിലെ അമ്മയുടെ അടുത്തോട്ട് അങ്ങ് പോവും. ചേട്ടായി എന്നിട്ട് ഞങ്ങളെ രാവിലെ കൊണ്ടുവിട്ടിട്ട് ചേട്ടായി അങ്ങ് ജോലിക്ക് പോയിട്ട് വൈകിട്ട് തിരിച്ചു വരും. അപ്പോൾ മറ്റന്നാളാണ് സാമിക്കഞ്ഞി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാളെ ചെന്നിട്ട് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടത്തണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ചോറിൻ്റെ കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിൽ വെളിയിൽ നിന്നാവാം ആഹാരമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നീലൂട്ടൻ ഇനി മലയ്ക്ക് പോകാനായിട്ട് ഈ വീഡിയോ ഇടുമ്പോഴത്തേനും 2 ദിവസം കൂടെ ബാലൻസ് ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ നീലൂട്ടൻ്റെ കന്നിമലയാണ്, അതിൻ്റേതായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ഒക്കെ ഉണ്ട്. ഒരുപാട് എന്താ പറയുക, പ്ലാനിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, കഞ്ഞി വീഴ്ത്തുന്ന കാര്യങ്ങൾ, പിന്നെ കെട്ട് നിറയ്ക്കുള്ള കാര്യങ്ങൾ, അതൊക്കെ. അപ്പോൾ ഇന്ന് ചെന്നിട്ട് ബാക്കി വീടെല്ലാം ക്ലീൻ ചെയ്യണം. വീടൊക്കെ പറക്കി ഒതുക്കി തൂത്തുവാരി പിന്നെ തുടച്ച് ഒക്കെ വെക്കണം, തുടച്ചിടണം. പിന്നെ നാളെ രാവിലെ മുറ്റവും തൂത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ചെടിക്കൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലോട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് നമ്മൾ നാളെ രാവിലെ വീട്ടിലോട്ട് പോകാമെന്നുള്ള കാര്യം. നാളെ വൈകിട്ട് ജോലിയെല്ലാം തീർത്തിട്ട് പോകാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ പെട്ടെന്ന് തീരുമാനം മാറ്റിയതാട്ടോ. കാരണം നാളെ അമ്മ ഒറ്റയ്ക്കിരിക്കുക വീട്ടിൽ. അപ്പോൾ നാളെ രാവിലെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ചേട്ടനും ചേച്ചിയും ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മ ഒറ്റയ്ക്കല്ലേ. മറ്റന്നാൾ കഞ്ഞിയുടെ കാര്യങ്ങളും ഒക്കെ റെഡിയാക്കാനുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടെ കേട്ടോ നമ്മൾ രാവിലെ പോകുന്നത്. നാളെ രാവിലെ ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് ചേട്ടായി ജോലിക്ക് പോയിട്ട് വീട്ടിൽ വന്ന് കുളിയൊക്കെ നടത്തി പാസ്സാക്കിയിട്ട് തിരിച്ചങ്ങ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ രാവിലെ കാണാം. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് വന്നു കേട്ടോ. ഞങ്ങൾ ഇന്നലെ വീട്ടിലൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വന്ന് വീടൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല ഞാൻ. അപ്പോൾ രാവിലെ പത്രം എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ പത്രം ഇടുന്നുണ്ട്. ചേട്ടായിക്ക് പത്രം വായന ആ ഒരു ശീലം റീസ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളൊരാഗ്രഹമുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പത്രമൊക്കെ ഇടുന്നുണ്ട് ഇപ്പം. അപ്പോൾ അത് നേരെ പോയി എടുത്തുകൊണ്ട് വന്നു. നീലൂട്ടനും ചേട്ടായി എഴുന്നേറ്റിട്ടില്ല കേട്ടോ. ഞാനങ്ങ് നേരെ മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങി. മുറ്റം തൂത്ത് കഴിഞ്ഞാൽ പിന്നെ ചെടിക്കും വെള്ളം ഒഴിച്ച് പിന്നെ നനയ്ക്കാനുള്ള തുണികളും നനച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പകുതി ഓൾമോസ്റ്റ് ജോലികളും വീട്ടിലത്തെ കഴിയും. കെട്ടുനിറ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഇങ്ങ് പോരും കേട്ടോ. എൻ്റെ അമ്മ വരും, പിന്നെ ചേട്ടായിയുടെ അമ്മയും ഞാനും കൂടെ നേരെ ഇങ്ങ് വീട്ടിലോട്ട് വരും. അപ്പോൾ അതുവരെയുള്ള ഒരു ഇന്നൊരു ദിവസം, നാളെ 2 ദിവസത്തെ കാര്യമേ ഉള്ളൂ. പിന്നെ ചെടിയുടെ കാര്യമാണ് എനിക്ക് മൊത്തം ടെൻഷനായി പോയത്. ചെടിക്ക് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് മൊത്തം കരിഞ്ഞു പോകുമല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടെൻഷനേ ഉള്ളായിരുന്നു. പിന്നെ ചെടിക്കൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. തിരിച്ച് വന്നപ്പോഴത്തേനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ വീടെല്ലാം ക്ലീൻ ആക്കിയിട്ട് ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങിയത് ആ വാഴയില സഹിതം വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കൊണ്ടുപോകേണ്ട കഞ്ഞിക്കുള്ള സാധനങ്ങൾ എല്ലാം റെഡിയാക്കി എടുത്തു. അപ്പോൾ എല്ലാ വീഡിയോയും കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ വലിയൊരു വീഡിയോ ആയി പോവും. അതുകൊണ്ടാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ ആക്കിയത്. അടുത്ത കഞ്ഞി എഴുതുന്ന വീഡിയോ ആയിട്ട് കാണാം. ബായ്.